ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൗട്ട്സിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ രവീൻ രാഹുലാണ്. എൻ്റെ മോന് 2 വയസ്സായി, 10 kg, കൂടുതൽ വെയിറ്റ് വരുന്നില്ല, വൈറ്റമിൻ മരുന്നൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുഞ്ഞ് ആക്റ്റീവാണ്, വളർച്ചാഘട്ടങ്ങളൊക്കെ നോർമലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ട്, പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് കുറവ് മാത്രം നമ്മൾ വറീഡ് ആവണ്ട കേട്ടോ. ദെൻ സജിനിയാണ്. എൻ്റെ മോൾക്ക് 3 വയസ്സായി, 11 കിലോ വെയിറ്റേ ഉള്ളൂ, നല്ല ആക്റ്റീവാണ്, വെയിറ്റ് വെക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കമൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, മെജോറിറ്റി പാരൻസിന് ഇതൊരു കൺസേൺ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രം, അതായത് ഇൻ നട്ട്ഷെൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞിന് പ്രായത്തിനനുസരിച്ച് വെയിറ്റ് ഇല്ല, മെലിഞ്ഞിരിക്കുന്നു, പക്ഷേ കുഞ്ഞ് നല്ല ആക്റ്റീവാണ്, അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ട്, അസുഖങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും വരുന്നില്ല, ബാക്കി വളർച്ചാഘട്ടങ്ങളൊക്കെ നോർമലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വറീഡാവണ്ട. ഞാൻ ഈ പറഞ്ഞ 4-5 കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് അത്യാവശ്യം ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം, അതിനനുസരിച്ച് ചികിത്സിക്കണം. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ദെൻ സൂര്യയാണ്. എൻ്റെ മോൾക്ക് 5 മാസമായി, കമിഴ്ന്ന് കിടക്കുന്നില്ല, ഇതെന്തുകൊണ്ടാണ്? വെയിറ്റ് ഇപ്പോൾ 5.8 ആണ് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ജനറലി പറയുന്നത് 6 മുതൽ 7 മാസം വരെയാണ് കുഞ്ഞുങ്ങൾ കമിഴാൻ തുടങ്ങുക. പക്ഷേ ചില കുട്ടികൾ ചിലർ പറയും 3 മാസത്തിൽ കഴിഞ്ഞു, 4 മാസത്തിൽ കമിഴ്ന്നു, ഇറ്റ്സ് ഓക്കെ, നേരത്തെ കഴിഞ്ഞോട്ടെ. പക്ഷേ എല്ലാ കുട്ടികളും ഈ 4 മാസത്തിൽ 5 മാസത്തിൽ കമിഴണം എന്നില്ല. നിങ്ങൾക്ക് 6 മാസം 7 മാസം വരെ വെയിറ്റ് ചെയ്യാം കമിഴുന്നതിന്. പക്ഷേ കഴുത്തുറച്ചോ എന്നുള്ളത് 3 മാസം കഴിയുമ്പോൾ തന്നെ പകുതി കഴുത്തുറയ്ക്കണം, 5 മാസം ആകുമ്പോൾ കംപ്ലീറ്റ് കഴുത്തുറയ്ക്കണം, അതായത് നെക്ക് സ്റ്റേബിൾ ആവണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ കാണിക്കണം കേട്ടോ. സോ ദെൻ മൂൺ നൈറ്റ് എന്നുള്ള ID, താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് വീഡിയോ ഡോക്ടർ, താങ്ക് യു. ദെൻ എൻ്റെ മോൾക്ക് 6 months ആയി, അവളുടെ ലെഫ്റ്റ് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ ടിയർ ഗ്ലാൻഡ് ഓപ്പൺ വന്നിട്ടില്ല എന്ന് പറഞ്ഞു, മസാജ് ചെയ്തു, അതിനെക്കുറിച്ച് മാമിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ബട്ട് ഇത് എത്ര മന്ത്സ് ആകുമ്പോഴാണ് ക്ലിയർ ആവുന്നത്? ഡോക്ടറെ കാണുമ്പോൾ ഒരു ടെൻഷൻ കൊണ്ടാണ്, ഇടയ്ക്ക് കണ്ണിന് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേ, കുഞ്ഞുങ്ങളുടെ കണ്ണിന് ചിലപ്പോൾ എപ്പോഴും കണ്ണിന് വെള്ളം വരുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അത് ഈ കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് കണ്ണുനീർ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ പോകുന്ന ഒരു ചാനലുണ്ട്, അതിന് ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ്. മസാജിങ് ആണ് കറക്റ്റായിട്ട് നമ്മളത് ചെയ്യണം. പക്ഷേ എത്ര മാസം വരെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിചാരിച്ച് നിങ്ങൾ മസാജ് ചെയ്യാതിരിക്കരുത്. അതായത് താൻ 8 മാസത്തിൽ പോവും, അതുകൊണ്ട് ഞാൻ കറക്റ്റ് മന്തായിട്ട് പറയുന്നില്ല. നമ്മൾ പറഞ്ഞു തന്നതുപോലെ കറക്റ്റായിട്ട് മസാജ് ചെയ്യൂ. എല്ലാ 2 months കൂടുമ്പോഴും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യൂ, എന്നിട്ട് ഡോക്ടർ ഒന്ന് നോക്കട്ടെ എത്രത്തോളം അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പറയാൻ വേണ്ടി. ചില കുട്ടികൾക്കൊക്കെ 1 വയസ്സ് വരെ ഇങ്ങനെ കാണാറുണ്ട്, പക്ഷേ മെജോറിറ്റി കുട്ടികൾക്കും ഒരു 6 months ആകുമ്പോൾ മാറാറുണ്ട്. അപ്പോൾ അത് മസാജിങ് നമ്മൾ മറക്കാതെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ദെൻ സാന്ദ്രയാണ്. മോൾക്ക് 5 മാസമായി, സ്കിൻ ഡ്രൈ ആയി, പീൽ ചെയ്യുന്നുണ്ട്, നടുവിലൊരു റാഷ് പോലെ വന്നു, ഡ്രൈ ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണോ? തീർച്ചയായിട്ടും വേണം സാന്ദ്ര. ഒന്നാമത് ചിലപ്പോൾ കുഞ്ഞിൻ്റെ സ്കിൻ പൊതുവേ ഒരു ഡ്രൈ സ്കിൻ ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഡ്രൈനെസ് കൂടും, അപ്പോൾ കുട്ടികൾക്കുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. ദെൻ ഷംനയാണ്. എൻ്റെ മോൾക്ക് 5.5 മാസം, അവൾക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നോർമലാണ്. ഇടയ്ക്ക് തൈറോയ്ഡ് ചെക്കപ്പ് ചെയ്തപ്പോൾ ബ്ലഡിൽ കൊളസ്ട്രോൾ ഉള്ളതായി കണ്ടു, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ. അവളുടെ ഫാദറിന് കൊളസ്ട്രോൾ ഉണ്ട്, ബേബി വെയിറ്റ് എത്രയാണ്, കുട്ടികളെ കൊളസ്ട്രോളിനെ കുറിച്ച് വീഡിയോ ഇടാം കേട്ടോ. അത് പക്ഷേ വളരെ റെയറായിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. പക്ഷേ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് നല്ലൊരു ഹോസ്പിറ്റലിൽ, നല്ലൊരു ലാബിൽ നിന്ന്, അതായത് കുറച്ചുകൂടി സെറ്റപ്പ് ഒക്കെ ഉള്ള ലാബിൽ ഈ മെത്തേഡ്സൊക്കെ, കുറച്ച് തൈറോയ്ഡ് ചെക്കപ്പിൻ്റെ മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ എന്തായാലും ഒരു ലൈപ്പിഡ് പ്രൊഫൈലും തൈറോയ്ഡും ചെക്കപ്പും ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങളുടെ ബാക്കി എല്ലാവരോടും എനിക്ക് പറഞ്ഞു തരാനുള്ളത്, കുഞ്ഞിന് തൈറോയ്ഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മറക്കാതെ മരുന്ന് കൊടുക്കണം. അത് കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊരുവിധ കുഴപ്പമില്ല. കൊടുക്കാത്തത് കൊണ്ട് മാത്രം കുട്ടികളുടെ വളർച്ചയിലേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബുദ്ധി വളർച്ച മുരടിച്ച കുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ തൈറോയ്ഡിൻ്റെ മരുന്നുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ദെൻ നിഷയാണ്. എൻ്റെ മോന് 5 മാസം, കുഞ്ഞ് 28 days മുതൽ കിടക്കുമ്പോൾ തല ഇട്ടു സ്പീഡിന് ഉരുട്ടുന്നുണ്ട്, കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിയാകും, കഴുത്ത് വേദനിക്കുന്നോ എന്നൊക്കെ തോന്നും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. ഏത് ടൈപ്പ് ഓഫ് കഴുത്ത് മൂവ്മെൻറ്റ്സ് ആണെന്നുള്ളത് നിഷ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് നോർമലായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് ഉണ്ട് കുട്ടികൾക്ക്, അത് നമ്മൾ പ്രശ്നമില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് പേടി ഉണ്ടാവത്തക്ക രീതിയിലുള്ള കഴുത്ത് മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ വേറെ ചില കാരണങ്ങൾ കൊണ്ടാവാം. എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ പറയുന്നില്ല, ബിക്കോസ് വെറുതെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വറീഡാവും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഒരു വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ
കൊള്ളാമെന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ നിങ്ങളൊന്ന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒന്ന് ഈ വീഡിയോ എടുത്തിട്ട് ആ ഡോക്ടറെ ഒന്ന് കൊണ്ട് കാണിക്കൂ. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ നമ്പറുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിൽ കോൺടാക്ട് ചെയ്താലും മതി. വീഡിയോ കണ്ടാൽ നമുക്കത് നോർമലാണോ അബ്നോർമലാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ രംഷിയാണ്. എൻ്റെ മകൾക്ക് 1.25 വയസ്സായി. അവൾക്ക് എപ്പോഴും മോഷൻ ടൈറ്റായിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഈ മോഷൻ ടൈറ്റായി പോകുന്നത് ആദ്യം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസിനും കുട്ടികൾക്കും ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറേ പേര് അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ 1.25 വയസ്സായി ടൈറ്റായിട്ട് പോകുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ഡയറ്റ് മോഡിഫൈ ചെയ്യണം. എന്തായാലും നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും പച്ചക്കറികളും പതുക്കെ ഇൻക്ലൂഡ് ചെയ്യണം. വെറും കുറുക്കോ കഞ്ഞിയോ മാത്രം കൊടുക്കരുത്. വെള്ളം നന്നായിട്ട് കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെ കുഞ്ഞിന് കുറച്ച് ചൂടുവെള്ളം കൊടുത്തിട്ട് പോട്ടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഫോഴ്സ് ചെയ്യരുത്. കുഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ പീഡിയാട്രിഷ്യനെ കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ചില മരുന്നുകളുണ്ട്. അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലേ കുഞ്ഞിൻ്റെ ബവൽ, അതായത് കുടലിൻ്റെ ആ പാറ്റേൺ ഒന്ന് ശരിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ വയറ് ഉറച്ചിട്ട് അവിടെ ആ മലം തട്ടി കുഞ്ഞിന് മുറിവാവും. ഫിഷർ എന്ന് പറയും. അങ്ങനെ മുറിവ് വരാം, ബ്ലീഡിങ് വരാം. കുഞ്ഞിന് പിന്നെ വയറ്റിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാവാം. പാരൻസിന് സ്ട്രെസ് ആവും. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചികിത്സിക്കാം കേട്ടോ. ദെൻ ഷംന ഇസ്മയിലാണ്. കുട്ടിക്ക് കാലിലെ കൊളസ്ട്രോൾ കുറച്ച് വീഡിയോ ഇടണേ. മോൾക്ക് 5.5 മാസമുള്ളൂ. ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ഒരു കൊളസ്ട്രോളിനെ പറ്റി നേരത്തെയും ഒരാൾ ചോദിച്ചിരുന്നു. നമുക്കത് പ്ലാൻ ചെയ്യാം കേട്ടോ. ദെൻ അമ്മിയ വ്ളോഗ്സ് ആണ്. എൻ്റെ മോൾക്ക് 2 വയസ്സായി. കുഞ്ഞിന് ബോഡി ചെറിയ ചൂടുണ്ട്. ഇടയ്ക്ക് വേറെ ഫീവറൊന്നുമില്ല. ടെമ്പറേച്ചർ തെർമോമീറ്ററിൽ നോക്കുമ്പോൾ 96, 97, 98. ബട്ട് ചെറിയൊരു ചൂട് ബോഡിയിൽ ഉണ്ടാവും. തനിയെ മാറും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. 2 വയസ്സുള്ള കുഞ്ഞിന് ചെറിയ ചൂടുള്ളത് കാര്യമാക്കണ്ട. നോർമലി 98 മുതൽ 99 വരെ ടെമ്പറേച്ചർ. 99 മുകളിലാണെങ്കിൽ മാത്രം നിങ്ങൾ അത് പനിയായി കണക്കാക്കിയാൽ മതി. കുഞ്ഞുങ്ങൾ ചാടി കളിക്കുന്ന ആക്റ്റീവായ മക്കളാണ്. പൊതുവേ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ രാവിലത്തെക്കാളും വൈകുന്നേരത്തേക്ക് കൂടും. അപ്പോൾ അതിനൊന്നും വേണ്ടി നമ്മൾ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല കുഞ്ഞിന് എന്തെങ്കിലും ക്ഷീണമുണ്ട്, ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ തീർച്ചയായിട്ടും കാണിക്കണം. ദെൻ ഷൈമയാണ്. മാം എൻ്റെ മോന് പ്രിമച്ചറാണ്. ജെസ്റ്റേഷൻ ഏജ് 30 വീക്സിലാണ്. ബർത്ത് വെയ്റ്റ് 1.4, കറണ്ട് വെയ്റ്റ് 4.5. ഇപ്പോൾ 4 മന്ത്സായി. വെയിറ്റ് ഓക്കെ ആണോ? അവൻ തീരെ എടുക്കുമ്പോൾ മുകളിലേക്ക് നോക്കുന്നു. ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശ്രദ്ധ തിരിച്ചാൽ മാത്രമേ നമ്മളെ നോക്കുന്നുള്ളൂ എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ 4 മാസം 30 വീക്സ്. വെയിറ്റ് ഓക്കെയാണ്, വെയിറ്റ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഞ്ഞ് മുകളിലേക്ക് തന്നെ നോക്കുന്നു എന്നുള്ളത് നമുക്ക് കുഞ്ഞിനെ കണ്ടാലേ അത് നോർമൽ നോട്ടാണോ അത് അബ്നോർമൽ നോട്ടാണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ചെക്കപ്സിന് പോകുന്നുണ്ടല്ലോ മാസം. നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ കാണിക്കുമ്പോൾ ഇതൊന്ന് കാണിക്കൂ. ചിലപ്പോൾ അവിടെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് പോവാം വീട്ടിൽ നിന്ന്. എന്നിട്ട് അത് ഡോക്ടറെ കാണിക്കാം. മിനിമം ഒരു 1 മിനിറ്റെങ്കിലും ഉള്ള വീഡിയോ മാക്സിമം ഒന്ന് എടുത്തിട്ട് വെച്ചാൽ മതി. എൻ്റെയൊക്കെ പേഷ്യൻസ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് വളരെയധികം യൂസ്ഫുൾ ആവാറുണ്ട്. കാരണം എപ്പോഴും കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കണം എന്നില്ലല്ലോ കൺസൾട്ടേഷന് വരുമ്പോൾ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ഇമ്രാനെയാണ്. ബേബി ബോയ്, ബർത്ത് വെയ്റ്റ് 2.8, ഇപ്പോൾ 1.5 വയസ്സായി. 7.6. ആൾ ആക്റ്റീവാണ്. വെയിറ്റ് പ്രശ്നമുണ്ടോ? ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായത്. അയൺ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനുണ്ട്. വെയിറ്റിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. അയണിൻ്റെ ഡ്രോപ്സ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുക്കുമ്പോൾ അത് 3 മാസം തന്നെ നിർബന്ധമായിട്ടും കൊടുക്കണേ. അതൊക്കെ വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്തോളും. ദെൻ അനു മാത്യു ആണ്. മാം എൻ്റെ മോൾ ജനിച്ചപ്പോൾ 2.7, ഇപ്പോൾ 5 മാസം. 5.4 ഉള്ളൂ. ഇത് കുറവാണ്. മോൾ നൈറ്റ് നന്നായി ഉറങ്ങുന്നുണ്ട്. മോർണിംഗിന് പാൽ കുടിക്കുന്നുള്ളൂ. ഡേ ടൈം അപ്പോൾ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് പാൽ കൊടുത്താൽ മതി. വെയിറ്റ് ഗെയിൻ വന്നോളും കേട്ടോ. ബിനു ആണ്. നീവസ് ഓഫ് ഫോട്ടോയെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഡോക്ടർ പ്ലീസ് ഇത് പാരമ്പര്യമായി കുഞ്ഞിന് കിട്ടുമോ എന്നുള്ളതാണ്. വരാം. അതുകൊണ്ട് അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നമ്മൾ ശരീരത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മറുകാണ് നീവസ് എന്നുള്ളത്. നീവസ് ഓഫ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് സംഭവമാണ്. അത് എനിക്കൊന്നില്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ അതിനെപ്പറ്റി ചെയ്യാം കേട്ടോ. ദെൻ നീഷ്മയാണ്. എൻ്റെ കുഞ്ഞിന് 8 മാസമായി. അവന് പല്ലു വരുന്നുണ്ട്. അത് കടിച്ചു കളിക്കുന്നുണ്ട്. കൊണ്ടായിരിക്കും ദോഷമുണ്ടോ? അവൻ ഇതുവരെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ടില്ല. കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. 8 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണ കുറച്ച് ഇരിക്കും. ഒന്ന് നോക്കണം. ഒന്ന് കമിഴ്ന്നിട്ട് നീന്തി പോകുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വാക്സിന് പോകുമ്പോൾ ഡോക്ടറെ ഒന്ന് തീർച്ചയായിട്ടും കാണിക്കണം. ദെൻ
സലിൻ രാജേഷാണ്. എൻ്റെ കുട്ടിയുടെ കയ്യിലും കാലിലും ചെറിയ കുരുക്കളുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. കുരുക്കൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, അലർജി കൊണ്ടുണ്ടാവാം, പനിയുടെ ഭാഗമായിട്ടുണ്ടാവാം, എന്തെങ്കിലും ജീവികൾ കടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് കുരുവാന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വറീഡ് ആവേണ്ട, താനെ പോകുന്നുണ്ടെങ്കിൽ വറീഡ് ആവേണ്ട, അല്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കണേ. ഇനി അനുജയാണ്. മാം എൻ്റെ 3 years ആണ് എൻ്റെ മോന്. അവന് ബവൽ ഇൻസൈഡ് ബവൽ ഒരിക്കൽ വന്നിട്ടുണ്ട്, പിന്നെയും വരാൻ സാധ്യതയുണ്ട്. നഴ്സറി പോയ ശേഷം റെഗുലറായിട്ട് പനി വരുന്നുണ്ട്. ഇനി സജഷൻസ് ഓഫ് കെയർ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നഴ്സറി പോയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, കോൺടാക്റ്റ് വരും കുട്ടികളായിട്ട് തമ്മിൽ, അപ്പോൾ ഇൻഫെക്ഷൻ വരും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഫുഡ് കൊടുക്കുക. പിന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കുഞ്ഞുങ്ങളെ ഡേ കെയറിലേക്ക് നഴ്സറിയിലേക്ക് വിടാതിരിക്കുക, വീട്ടിൽ കെയർ ചെയ്യുക. കാരണം ബാക്കി കുട്ടികൾക്ക് പടരുമല്ലോ, അതൊന്ന് ശ്രദ്ധിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ ഭക്ഷണം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ചോദിച്ചത് കുടലുള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു അസുഖമുണ്ട്, ഇൻറ്റർസെപ്ഷൻ എന്ന് പറയും. അത് ഒരു പ്രാവശ്യം വന്നാൽ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രത്യേക റീസൺസ് ഒന്നുമില്ല, എന്നാലും ചില കുട്ടികൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ വയറുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ഒരു സ്കാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നന്നാവുക കേട്ടോ. ഒരു നെക്സ്റ്റ് കമൻറ്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ 1 year ആയ മോൻ്റെ ചെസ്റ്റ് പൊന്തിയിരുന്നു, ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് റഹ്മത്ത് ചോദിച്ചിരിക്കുന്നത്. റഹ്മത്തെ, അത് വിറ്റാമിൻ ഡിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ നോക്കൂ, കുഞ്ഞിൻ്റെ ഭക്ഷണ രീതികൾ നോക്കൂ. നിങ്ങളുടെ കുഞ്ഞ് വെയിൽ കൊള്ളാത്ത കുഞ്ഞാണെങ്കിൽ ഒരു അരമണിക്കൂർ കുഞ്ഞിന് നിർബന്ധമായിട്ടും മുറ്റത്തേക്കൊക്കെ കളിക്കാൻ ഒരു ബോളൊക്കെ കൊടുത്ത് വിടുക. കുഞ്ഞും അമ്മയും കൂടി ഒരുമിച്ച് കാലത്ത് നടന്ന് കളിക്കുകയൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യം നമ്മൾ കുഞ്ഞിന് കിട്ടും. പിന്നെ 1 year വരെ വൈറ്റമിൻ ഡി ഡ്രോപ്സും നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ നെഞ്ച് പൊന്തുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ദിവസം നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ചോദിക്കുന്ന സംശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഹെൽത്തി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.